ഇതിനൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഡെസേർട്ടാണ് കേട്ടോ ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഡെസേർട്ട് 4 ലെയറായിട്ടാണ് ചെയ്തിട്ടുള്ളത്. നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റാണ്. നിങ്ങൾ ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ നമ്മൾ പുറത്തുനിന്നൊക്കെ പോയിട്ട് സൈൻ ലെവലിലുള്ള ഡെസേർട്ടൊക്കെ കഴിക്കില്ലേ, അപ്പോൾ അതേ ഒരു ടേസ്റ്റിൽ നമുക്ക് ആ ഒരു ചേരുവകളൊന്നും ഇല്ലെങ്കിലും നമുക്ക് വീട്ടിലുള്ള ചേരുവകളൊക്കെ വെച്ചിട്ട് അതേ ഒരു ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് റെഡി ആക്കി എടുക്കുക എന്നുള്ളതൊന്ന് നോക്കാം. ഫസ്റ്റ് ലെയറിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. 4 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യുന്നത് അതിൻ്റെ ആ ഒരു വലുപ്പത്തിന് അനുസരിച്ചിട്ടുള്ള ബ്രെഡ് എടുക്കാം. പിന്നെ ബ്രെഡിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്പോഞ്ച് കേക്കും യൂസ് ചെയ്യാം കേട്ടോ. ബ്രെഡ് ആണെന്നുണ്ടെങ്കിലും ഈ ഒരു ബ്രെഡിൻ്റെ ടേസ്റ്റ് അറിയാത്ത രീതിയിൽ തന്നെയാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഞാൻ ബ്രെഡിൻ്റെ ഈ ഒരു ബ്രൗൺ കളറിലുള്ള ഭാഗമൊക്കെ ഉണ്ടല്ലോ അതൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യുന്നത് അതിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിതാ ഇതുപോലെ ഒരു ഗ്ലാസിൻ്റെ പുഡിംഗ് ഡിഷാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം ഇതിലേക്ക് നിരത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊരു റൗണ്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സൈഡൊക്കെ ബ്രെഡിൻ്റെ പീസ് ഒന്ന് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കണം. എന്നിട്ട് ഈ ഒരു പാത്രം കാണാത്ത രീതിയിൽ ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കണം കേട്ടോ. എല്ലാ ഭാഗത്തും ബ്രെഡിൻ്റെ പീസ് വെച്ചിട്ട് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി ഞാനിവിടെ ഒരു 1/4 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ചെറിയൊരു അളവിൽ ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ 1/4 കപ്പ് പാൽ. അപ്പോൾ നമ്മൾ എത്ര അളവിലാണോ ചെയ്യുന്നത്, എത്ര വലുപ്പത്തിലുള്ള പാത്രത്തിലാണോ സെറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടാണ് ഇതെല്ലാം എടുക്കേണ്ടത്. അപ്പോൾ ഈ ഇതിലേക്ക് ഫ്രഷ് ക്രീമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമുക്ക് എത്രത്തോളമാണോ നല്ല കട്ടി വേണ്ടത് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്കും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഫ്രഷ് ക്രീമോ കണ്ടൻസ്ഡ് മിൽക്കോ ഒക്കെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് കട്ടിയിലുള്ള കുറച്ച് മധുരമുള്ള ഒരു ലിക്വിഡായിരിക്കണം ഇത്. അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ബ്രെഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഈ ഒരു ബ്രെഡ് നല്ല രീതിയിൽ തന്നെ സോക്കായിട്ട് വരണം. അപ്പോഴേ ഉള്ളൂ ആ ഒരു ബ്രെഡിൻ്റെ ആ ഒരു ടേസ്റ്റ് അങ്ങ് പോയി കിട്ടുക. മുഴുവനായിട്ടും നമുക്ക് ഈ ഒരു മിൽക്കിൻ്റെ ടേസ്റ്റ് ആയിരിക്കണം കേട്ടോ കിട്ടേണ്ടത്. അപ്പോൾ അതിനായിട്ട് നന്നായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെക്കാം. അപ്പം നമ്മൾ ആ റെഡിയാക്കി എടുത്തിട്ടുള്ള മുഴുവൻ മിൽക്കും ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത ലെയറിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/3 കപ്പ് വിപ്പിംഗ് ക്രീമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നല്ല തണുത്ത വിപ്പിംഗ് ക്രീം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മൾ കേക്കൊക്കെ ബീറ്റ് ചെയ്തെടുക്കുന്നത് പോലെ തന്നെ നല്ല സ്റ്റിഫായിട്ട് വരുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ ഒന്ന് ആയി കിട്ടിയാൽ മതി. ഇനി നമ്മൾ അടുത്ത ലെയറായിട്ട് ഇതാണ് കേട്ടോ, ഈ ഒരു ക്രീമാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് നമുക്ക് എത്രയാണോ കട്ടി വേണ്ടത് അതിനനുസരിച്ചിട്ട് ഒരേ ലെവലിൽ ഇതുപോലെ ഒന്ന് നിരത്തി ഇട്ട് കൊടുക്കാം. ഒരുപാട് ഫിനിഷിംഗ് ഒന്നും ആക്കി എടുക്കേണ്ട കേട്ടോ. കാരണം നമുക്കിതിൻ്റെ മുകളിൽ ഇനിയും ഒരു ലെയർ 2 ലെയറും കൂടെ വരാനുണ്ട്. അപ്പോൾ ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഒന്ന് ആയി കിട്ടിയാൽ മതി കേട്ടോ. എന്നിട്ട് നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇനി അടുത്ത ലെയറിനായിട്ട് ഒരു ചൂടായിട്ടുള്ള പാനിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അൺസാൾട്ടഡ് ബട്ടറാണ് കേട്ടോ. ബട്ടർ ഒന്ന് മെൽറ്റായി കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ല തിന്നായിട്ടുള്ള സേമിയ ഉണ്ടല്ലോ അതാണ്. ഞാനൊരു 1/4 കപ്പ് സേമിയാണ് കേട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത്. ഈ ഒരു തിന്നായിട്ടുള്ള സേമിയ തന്നെ ചേർത്ത് കൊടുക്കണം. അല്ലെങ്കിൽ കുനാഫ ഡോ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ ഒരു സേമിയ വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഈ ഒരു ഡെസേർട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ ആദ്യം തന്നെ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. ഇതൊന്ന് ചൂടാറിക്കോളും. അല്ലെങ്കിൽ നമ്മളത് ചൂടാറാൻ വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇതുപോലെ ഒന്ന് റോസ്റ്റ് ആയി കഴിഞ്ഞാൽ ഈ ഒരു കളറായിട്ട് വന്നാൽ മതി കേട്ടോ. കരിഞ്ഞു പോരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഇതിലേക്ക് ഇനി 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയുടെ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയൊരു മധുരം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. എന്നിട്ട് ഈ ഒരു പാത്രത്തിൽ തന്നെ വെക്കരുത്, വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ചൂടാറി വരണം കേട്ടോ. നന്നായിട്ട് ചൂടാറിയതിന് ശേഷമാണ് നമ്മൾ ഇനി അടുത്ത ലെയറായിട്ട് സെറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ ഇത് ചെയ്ത് വെച്ചിട്ട് ബാക്കിയുള്ളത് സെറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമുക്ക് ഈ ഒരു ക്രീമിൻ്റെ മുകളിലായിട്ട് ഒരു ലെയറായിട്ട് ഇട്ട് കൊടുക്കാം. എല്ലാ ഭാഗത്തും ഒരേപോലെ ഒരേ കനത്തിൽ ഇതുപോലെ അങ്ങ് നിരത്തി ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമുക്കത് ഫ്രിഡ്ജിലേക്ക് വീണ്ടും വെക്കാം. ഇനി അടുത്ത ലെയറിനായിട്ട് ഞാനിവിടെ മിൽക്ക് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ചോക്ലേറ്റ് എടുത്തിട്ടുള്ളത് നമ്മൾ വാൻ ഹോട്ടിൻ്റെ ചോക്ലേറ്റ് ഉണ്ടല്ലോ, ഡ്രീം കേക്കിനൊക്കെ എടുക്കുന്ന പ്രീമിയം ചോക്ലേറ്റ്, അതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതാകുമ്പോൾ നമുക്ക് ആ ഒരു സൈൻ ലെബനിന്നൊക്കെ ആ ഒരു ഡെസേർട്ടൊക്കെ കഴിക്കുന്ന അതേ ഒരു ടേസ്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് മെൽറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീമും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കിനി മെൽറ്റ് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ കട്ടി അനുസരിച്ചിട്ട് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ മൈക്രോവേവിൽ വെച്ചിട്ട് ഒന്നങ്ങ് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഡബിൾ ബോയിലിംഗ് രീതിയിൽ മെൽറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലൂടെ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാ ഭാഗത്തും ഇതുപോലെ ഒരേപോലെ അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട്
ഇനി മുകളിൽ നമുക്ക് നട്ട്സൊക്കെ ഇഷ്ടമുള്ള നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഹേസൽനട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം, അതൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനിവിടെ കുറച്ച് അണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് ഇതുപോലെ മുറിച്ചിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ട് ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തിട്ട് കഴിക്കാം. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ ഓരോ തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നമ്മൾ സൈൻ ലബനിന്നൊക്കെ പോയി കഴിക്കുന്ന ആ ഒരു ഡെസേർട്ടിൻ്റെ ഒക്കെ അതേ ഒരു ടേസ്റ്റാണ് കേട്ടോ കിട്ടുന്നത്. ആ ഒരു നമ്മുടെ പ്രീമിയം ചോക്ലേറ്റും പിന്നെ നമ്മൾ അടിയിലുള്ള ലെയർ കേക്കിന് പകരം നമ്മൾ ബ്രെഡ് വെച്ചിട്ട് ചെയ്തതാണെന്നുണ്ടെങ്കിലും ബ്രെഡിൻ്റെ ടേസ്റ്റ് ഒന്നും വരില്ല കേട്ടോ. ആ ഒരു മിൽക്കിൻ്റെ ടേസ്റ്റാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നന്നായിട്ട് തന്നെ ആ ഒരു മിൽക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഡെസേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്